നമുക്ക് രണ്ടുപേരും പാടിക്കണ്ടേ? രണ്ടുപേരും ഓക്കെ. വളരെ നന്ദി. എല്ലാവർക്കും നമസ്കാരം. വളരെയേറെ ആരാധിക്കുന്ന, മനസ്സുകൊണ്ട് ഗുരുതുല്യനായി കാണുന്ന സായികുമാർ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പാട്ട് പാടിയതിന് ഒരു മൊമെൻറ്റോ കിട്ടിയത് ഞാൻ അല്ലാത്തതിനായിട്ടും കൂടെ എടുക്കുന്നു. അതൊരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് തന്നെ ഞാൻ കാണുന്നു. ഇപ്പം കൃഷ്ണാസ് പറഞ്ഞ വളരെ കറക്റ്റാണ്. ഈ 2K കിഡ്സിന്, ഈ ലെജൻസിനെയൊക്കെ ഞാൻ ഒരിക്കൽ ഓൺലൈനിൽ കണ്ട് ചിരിച്ച് മറിഞ്ഞൊരു കമൻ്റുണ്ട്. ലാലേട്ടൻ ഏറ്റവും വലിയ നല്ല പടം രാവണപ്രഭു. ഞാനത് കണ്ട് ചിരിച്ചിട്ട്, അത് മോശം പറഞ്ഞല്ല രാവണപ്രഭുവിനെ, ബട്ട് കുറേ പേർക്ക് അറിയില്ല എന്താണ് ഇപ്പോഴത്തെ ഈ ലെജൻഡറി വർക്ക്സ് അല്ലെങ്കിൽ ലെജൻസ് ഒക്കെ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ ഏതായാലും അതിൻ്റെ ഒരു പേഴ്സണൽ മൂവ്മെൻ്റായിട്ട് ഞാൻ കാണുന്നു. കമ്മിങ് ടു ഭരതനാട്യം, അതും നമുക്കറിയാം സിനിമ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു. എനിക്കതിൽ ഏറ്റവും വലിയ പേഴ്സണൽ സന്തോഷം സജൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സിനിമ. സജൻ്റെ ഒരു സ്വഭാവം ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്ത ആളായിട്ട് എനിക്ക് ഒരിക്കലും ഞാൻ ഊഹിച്ചില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിൽ അങ്ങനത്തെ ഒരു ആംഗിൾ ഇല്ല, ഒരു ബിസിനസ്സുകാരനില്ല. പക്ഷേ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. എപ്പോഴും നല്ലത് മാത്രം അറിഞ്ഞാൽ പോരല്ലോ, ആക്ടറായിട്ട് നിൽക്കുമ്പോൾ ആ സുഖം മാത്രം അറിഞ്ഞാൽ പോരല്ലോ. പക്ഷെ തോമസ് ചേട്ടൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആക്ച്വലി തോമസ് ചേട്ടൻ ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അത് ഒരു സെൽഫ് ബെറ്റാന്നുള്ളത് ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. കൃഷ്ണാസിനെ എനിക്ക് അറിയില്ല, ബാക്കിയൊന്നും എനിക്ക് ഐ വാസ് ക്ലൂലെസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ ഇതിൽ പാട്ട് പാടാൻ വിളിച്ചത്. അങ്ങനെ ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയി പാട്ട് പാടാൻ. നമുക്ക് അറിയാത്ത തൊഴിൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. കാര്യം ജഡ്ജ് ചെയ്യപ്പെടത്തില്ല. ഇപ്പം അഭിനയിക്കാൻ അറിയുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും ഇപ്പം നമ്മളും നേരത്തെ പറഞ്ഞ പോലെ കലാകാരൻ, കലാരംഗത്ത് പ്രവർത്തിക്കുന്ന, അഭിനയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി മാറിയത് കൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ക്രിറ്റിസിസം നമ്മൾ എടുക്കണം. പാട്ടിൽ ഇപ്പം ഞാൻ തെറ്റിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആരെയും കുറ്റം പറഞ്ഞാൽ പോടാന്നുള്ള ആറ്റിറ്റ്യൂഡ് എനിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പാട്ടുകൾ പാടുക എന്നുള്ളത് എനിക്ക് ഷാൻ റഹ്മാനുള്ള ഒരു പ്രതികാരമാണ്, ഇന്ന് വരെ ചാൻസ് തരാത്തതിന്. അതുകൊണ്ട് എന്നെ പാട്ട് പാടിച്ച ഗോപി സുന്ദർ എന്ന് പറഞ്ഞ വലിയ മനുഷ്യനെ നമുക്കറിയാം, വെരി ഗ്രേറ്റ് മ്യൂസിഷ്യൻ. അത് കഴിഞ്ഞിട്ട് എന്നെ പാട്ട് പാടിച്ച എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. സാമനോട് പ്രത്യേകം നന്ദി പറയുന്നു. അതിനോട് ശബരീഷിനെ കൂടെ ഞാൻ നിർത്തിച്ചു. പിന്നെ ഇന്നിപ്പോൾ ഈ ഫംഗ്ഷനിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ സിംഗറായിട്ട് ഒരു ഫംഗ്ഷൻ ആദ്യമായിട്ട് ഒരേ ഒരാളായിട്ട് ഞാൻ നിൽക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഞാനും മനുഷ്യനും ഉണ്ട്. പിന്നെന്താ പറയുക, ഓൺലൈനിൽ OTT ഈ സിനിമ റിലീസായി കഴിഞ്ഞപ്പോൾ അതൊരു ഹ്യൂജാണ്. കാര്യം പഴയ പോലെ ഞാൻ ഓൺലൈനിൽ അങ്ങനെ ശ്രദ്ധ കൊടുക്കാറില്ല. പക്ഷെ ഭരതനാട്യത്തിൻ്റെ തിരമാലകൾ ഈ ശരിക്കും നമ്മുടെ ഫീഡിൽ, വാട്സപ്പിൽ ഒക്കെ എത്തി. അത് സത്യസന്ധമായിട്ട് ഒരു സിനിമ വെക്കാൻ വരും. എന്നിട്ടാണ് ഞാൻ കാണാൻ പോയത്. കണ്ടത് എനിക്ക് തോന്നുന്നു സൈചാനെ വിളിക്കുന്നതിന് മുന്നേ 2-3 പേരെ വിളിച്ച് പറഞ്ഞു. രാവിലെയാണ് സൈചാനെ വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സൈചാനെ വിളിക്കുന്നത്. ഞാൻ സൈനോട് പറയായിരുന്നു, എത്ര എളുപ്പത്തിലെ പൂജ ചത്തോന്നൊക്കെ ഉള്ള സീനും. അതുപോലെ തന്നെ വളരെ ഇന്ന് ആണുങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഒരുപാട് ഓടുന്ന ഒരു സീനാണ് അദ്ദേഹം തെങ്ങുംതോപ്പിൽ എന്ന് പറഞ്ഞ സീൻ അല്ലേ. ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ് പലർക്കും എത്തുന്ന ഒരു സ്റ്റേറ്റസ് ആണ് അത്. കാലഘട്ടത്തിന്റെ ഒരു സ്റ്റേറ്റസോ സിംബലൊക്കെ ആയി മാറും വാക്കുകൾ. അതുപോലെ മൊത്തം അതിൽ എടുത്തു പറയേണ്ട വേറൊരു ആക്ടർ സൈചേട്ടൻ പറഞ്ഞ പോലെ ദിവ്യ എന്ന് പറഞ്ഞ ആക്ടർ. ഭീമന്റെ വഴിയിലാണ് ഞാൻ താങ്കളെ കണ്ടത്. അമേസിങ് പെർഫോമൻസ്. ശ്രുതി നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്, സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. ശ്രുതി പാലത്തു, ശ്രുതി ഉണ്ടെങ്കിൽ പടം ഹിറ്റാണ് ആക്ച്വലി. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും, അതായിരുന്നു അതിൻ്റെ സർപ്രൈസ് പാക്കേജ്. thoroughly എൻജോയ് ചെയ്തു. ശ്രീജേച്ചി ഞാൻ തീർച്ചയായിട്ടും ഇപ്പം പേഴ്സണലി അറിയാവുന്ന ആളാണ്, ഓർക്കുന്നു. എല്ലാം കൊണ്ടും ഭരതനാട്യം എനിക്ക് പേഴ്സണലി ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഗ്രേറ്റ് വാച്ചായിരുന്നു. ഞാൻ ഭയങ്കര പ്രൗഡാണ്, സന്തോഷിക്കുന്നു ഇതിൽ എന്നെ ഭാഗമാക്കിയത്. അതിന് തോമസ് ചേട്ടനോടും സൈച്ചേട്ടനും നന്ദി പറയുന്നു. ടു ദ മ്യൂസിക് ഡയറക്ടർ ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ് പേഴ്സണൽ ഗിഫ്റ്റ്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, അതെന്നും എനിക്ക് വാല്യുബിൾ ആണ്. ഈ മൊമെന്റോയും വാല്യുബിൾ ആണ്. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. ഞാൻ പാട്ട് പാടാനല്ലോ, അതുകൊണ്ട് ഞാൻ Okay, thank you so much.
ഞാൻ പൊതുവേദികളിൽ അത് പാടാത്തത് കൊണ്ടാണ് ആ പാട്ടുകൾ നന്നായിട്ട്. നെക്സ്റ്റ് ഈ ഒരു ഒക്കേഷനിൽ മെമെന്റോസ് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് വളരെ സ്നേഹപൂർവ്വം തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു മിസ്സസ് അനുപമ ബി നമ്പ്യാർ. നല്ലൊരു കൈയ്യടി കൊടുത്ത് തന്നെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു മെമെന്റോസ് റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് വളരെ സ്നേഹപൂർവ്വം തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു മിസ്റ്റർ വിജീഷ് രവി, ഫിനാൻസ് മാനേജർ ആണ്. നല്ലൊരു കൈയ്യടി കൊടുത്ത് തന്നെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. വളരെ സന്തോഷപൂർവ്വം തന്നെ